ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർഡേഴ്സ് എന്താണെന്ന് വെച്ചെങ്കിൽ കൽമാസ് ചിക്കൻ കൽമാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു 50 കൽമാസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ചിക്കൻ ഇട്ടാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 കിലോ വരെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല പാല് കൈറ്റ് ക്ലീൻ ആക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടിട്ട് നല്ല പാല് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് ഫുഡ് കളറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നീരുള്ളിയിലിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡ് കളറൊന്നും യൂസ് ആക്കുന്നില്ല. ഇതുപോലെ ഇട്ടിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ഡ്രൈ ഫ്രൈ ആകുന്നില്ല, നല്ല സോഫ്റ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. എല്ലാം ഇങ്ങനെ ചെറുതല്ല, സെയിം സൈസിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിച്ച് ചീന്തി എടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, വെന്ത് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ചിക്കൻ നല്ല പാൽ ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു 5 നീരുള്ളി വരെ എടുത്തിട്ടുണ്ട്. സവാള, ഓനിയോൺ ഇത് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് ഒരു 6 പച്ചമുളക് വരെ ഇതിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എരിവിന് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് കേട്ടോ ഇതിന് എരിവുള്ളത്. അപ്പോൾ ഇങ്ങനെ ചിക്കനെല്ലാം ഞാൻ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൂടി ആ നീരുള്ളി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് നീരുള്ളി ഇട്ട് കൊടുക്കുക. നല്ല പാൽ റോസ്റ്റാക്കി എടുക്കട്ടെ. നീരുള്ളി വേറൊന്നും മസാലയ്ക്ക് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല, നീരുള്ളി മാത്രം ഇട്ടാൽ. തക്കാളിയൊന്നും ഇടാത്തൊരു മസാലയാണിത്. അപ്പോൾ നല്ല പാൽ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കന് ഓൾറെഡി ഉപ്പുണ്ട്, ആവശ്യമാണെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. പച്ചമുളകും ചെറിയ തീയിലിട്ടിട്ട് നല്ല പച്ച മണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുക. അത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതും ചെറിയ തീയിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചിക്കന് എടുത്തിട്ട് തുള്ളി വെച്ചിട്ടുണ്ടാവില്ലേ, പിച്ച് ചീന്തി എടുത്ത ചിക്കന് ഇതുപോലെ ഉണ്ടാവട്ടെ. ഇതുപോലുള്ള ചിക്കനും കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇതെല്ലാം റെഡിയാക്കി കിട്ടും കേട്ടോ. കാരണം നമ്മൾ കുറേ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം അധികം വേണമെന്നല്ലാണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനാണെങ്കിലൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിച്ചപ്പ്, ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇതൊക്കെ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പരുവെല്ലാം പാകമൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നല്ല പാൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ഒരു 50 കൽമാസ് വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ചാണെങ്കിലും കൽമാസിന് ഇത്രയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു 1/2 കിലോ പച്ചരി, നമ്മൾ ദോശയൊക്കെ ചുടുന്ന അരിയില്ലേ, അത് ഞാൻ ഒരു 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കപ്പ് അരി പൊടി, നമ്മൾ പത്തലിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, പത്തരി ചുടുന്ന ആ പൊടി യൂസ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ. പച്ചരിനെ നല്ല പങ്ങല വെറും വെള്ളത്തിൽ അരച്ചെടുക്കലാണ്. ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഈ പത്തലിൻ്റെ പരുവില്ലേ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ പത്തൽ തവയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൂടി എടുക്കണം കേട്ടോ. ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല ഫിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ മീനിൻ്റെ ഒക്കെ ഇതുപോലെ കൽമാസ് ചുടുന്ന വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതാ കൽമാസ് റെഡിയാക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. എനിക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് എനിക്കിത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊരു പണിയെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടിപൊളിയായിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇത് നമ്മൾ ഹോട്ടലിൽ കൊടുക്കാനാണെങ്കിലും വീട്ടിലേക്കാണെങ്കിലും തട്ടുകടക്ക് എവിടെ കൊടുക്കാനാണെങ്കിലും നമ്മൾ ആവശ്യത്തിനാണെങ്കിലും നമ്മൾ ചെയ്തിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ഇത് ഞാൻ പുറത്തുനിന്നൊക്കെ കുറേ സ്ഥലത്തു നിന്ന് കഴിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും എവിടെ നിന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇത്. ചിക്കൻ്റെ ആണെങ്കിലും ഫിഷിൻ്റെ ആണെങ്കിലും അടിപൊളിയാണ് ഈ കൽമാസ്. വീട്ടിലേക്ക് ആവശ്യത്തിൽ എല്ലാവരും ദോശ, പത്തൽ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് മടുത്തവരാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ക്രിസ്മസ് വെക്കേഷനിലൊക്കെ വരുന്നല്ലേ, വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾക്ക് ഓരോ ഫ്രീയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പം കൂടിയാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമെന്നും ആരും മറക്കരുത് കേട്ടോ. ഉണ്ടാക്കി കഴിച്ചവരാണെങ്കിൽ അടിപൊളി അപ്പം കൂടിയാണ്. നമ്മൾ കുറച്ചും കൂടി ഇപ്പോൾ രാവിലെ പെട്ടെന്ന് ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്ക് ജോബിന് പോകുന്ന ആളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ദോശയും അങ്ങനെ പത്തലൊക്കെ കഴിക്കുന്നത്. കുറച്ച് ഒരു അരമണിക്കൂർ എന്തായാലും ഇതിന് ടൈം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിനാരും മെനക്കെടാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല. പിന്നെ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് ഇത് യൂസ് ആക്കട്ടെ. അടിപൊളിയാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇത് അടിപൊളിയാണ്. സ്റ്റീം ചെയ്തത് കൊണ്ട് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ റോൾ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകും, കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതാ എൻ്റെ ഏകദേശം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വെച്ചത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നേ ആക്കിയിട്ട് ഞാൻ വേവിച്ചെടുക്കലാണ്. അങ്ങനെ എൻ്റെ കൽമാസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പേക്ക് ചെയ്തിട്ട് കൊടുത്തു വിടണം. പെട്ടെന്ന് പേക്ക് ചെയ്താൽ ചൂടാറുന്നതിന് മുന്നേ പേക്ക് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ കാരണം നമ്മൾ ഫോയിൽ കവറിലിട്ട് തന്നെ നമ്മൾ പേക്ക് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പേക്ക് ചെയ്യാം. ഫിഷ് കൽമാസിൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കയറി ചെക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. അപ്പം ഞാൻ എല്ലാം പേക്ക് ചെയ്ത് കൊടുക്കലാണ്. കാരണം ചൂടോടെ പേക്ക് ചെയ്താൽ ഇതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാത്തിനും അങ്ങനെ വീഡിയോ ചെയ്ത് വിടാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഓർഡർ ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ ചെയ്യലും ഓർഡർ സ്വീകരിക്കലും എല്ലാം കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാറില്ല. അത്യാവശ്യം ആൾക്കാർ ചോദിച്ചതിൻ്റെ മാത്രമാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫിഷ് കൽമാസ് ഇട്ടതിന് ശേഷം എന്നോട് കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടായിരുന്നു, ഒന്ന് ചിക്കൻ കൽമാസിനൊന്ന് വീഡിയോ ഇടുമോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, ഇത് പൊട്ടിപ്പോകുന്നില്ല, ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കണ്ടില്ലേ, ഒരു അപ്പങ്ങളും പൊട്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഫുള്ള് വെച്ചെങ്കിൽ ഇത് പൊട്ടായി പോകുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വെള്ളം ചേർക്കാതെ വെറും ഓയിൽ റോസ്റ്റ് ചെയ്തിട്ട് വെക്കലാണ്. അപ്പോൾ അതുകൊണ്ട് പൊട്ടായിട്ട് പോലും അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇത് വരില്ല. കാരണം അതുപോലെ തന്നെ ഉണ്ടാകട്ടെ. അപ്പോൾ അതുപോലെ ആർക്കും ഗൾഫിലേക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനോ എയർപോർട്ടിൽ നിന്ന് കഴിക്കാനോ അങ്ങനെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കി കൊടുക്കട്ടെ. അടിപൊളിയായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സ്കിപ്പ് ചെയ്തിട്ട് പിന്നെയൊക്കെ എന്നെ കുറേ കാര്യം കമൻറ്റ് ഇട്ടിട്ട് മെസ്സേജ് ഇട്ടിട്ട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്നും കൂടി പറഞ്ഞു തരുന്നു. കാരണം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇതുപോലത്തെ കമൻറ്റ് ഇടേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തതും കൂടി എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.